നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ സ്വപ്നമായിരുന്ന വീട് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും നഷ്ടപ്പെടാൻ പോവുകയല്ലേ. നിനക്ക് ഞാൻ തന്ന വാക്കിനി പാലിക്കാൻ എനിക്ക് കഴിയില്ല. നോക്ക്, നഷ്ടപ്പെട്ടതെല്ലാം മാധവേട്ടന്റെ സമ്പാദ്യ, മാധവേട്ടന്റെ മാത്രം അധ്വാനത്തിന്റെ ഫല. എല്ലാം നഷ്ടമായെങ്കിൽ അത് തിരിച്ചു നേടാനുള്ള ആത്മധൈര്യവും മനോബലവും മാധവേട്ടനുണ്ടെന്ന് എനിക്കറിയാം. മക്കളെയൊക്കെ വളർത്തി പഠിപ്പിച്ചു, അവർക്ക് വേണ്ടുവോളം സ്നേഹവും കൊടുത്തു. എനിക്കും അളവില്ലാത്ത സ്നേഹവും പരിഗണനയും നൽകിയ ഇവിടെ വരെ എത്തിച്ചത്. അങ്ങനെയുള്ള മാധവേട്ടൻ എങ്ങനെയാണ് ഈ ജീവിതത്തിൽ പരാജയമാവുന്നത്? എന്റെ മാധവേട്ടൻ ഒരിക്കലും പരാജയമല്ല. വീട് വെക്കാനുള്ള സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കണ്ണായ സ്ഥലം നമുക്ക് വാങ്ങിക്കാം. അവിടെ സ്വന്തമായിട്ട് വീടും വെക്കാം. എല്ലാത്തിനും വേണ്ടത് മാധവേട്ടന്റെ ഉറച്ച മനസ്സാ. അത് തകർന്നു പോകരുത്, അത് തളർന്നു പോകരുത്. തകരുന്നത് ഒരു കുടുംബ. അന്നത്തെ കാലത്ത് ഒരു വീട് വെക്കാൻ വേണ്ടി ചീപ്പ് വിലയ്ക്ക് അയാൾ അത് വാങ്ങിയത്. അന്ന് കൊടുത്തതിന്റെ 10 ഇരട്ടി വില ഇന്ന് ആ വസ്തുവിന് കിട്ടും. പണം കടം വാങ്ങിയതിനെ ആ വസ്തു ആ മാധവൻ എനിക്ക് ഈടായിട്ട് തന്നിരിക്കുന്നതേ. ഈട് വെച്ച വസ്തു തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാന്ന് മാധവൻ സമ്മതിച്ചോ? സമ്മതിച്ചിട്ടില്ല. പണം കടം വാങ്ങിയിട്ട് 1 മാസം പോലും ആയിട്ടില്ലല്ലോ സാഗറെ. അതിനു മുമ്പ് പണം തിരിച്ചു തരണം, ഇല്ലെങ്കിൽ വസ്തു രജിസ്റ്റർ ചെയ്ത് തരണം എന്നൊക്കെ പറയുന്നത് ന്യായമല്ലല്ലോ. എന്നാലും ഓഫീസിൽ വിളിച്ചു വരുത്തി മാധവനെ ശരിക്കും ഒരു വിരട്ടിയാൻ വരട്ടെ. മാധവൻ ആ വസ്തു വെറും മണ്ണല്ല, സ്വപ്നമാ. അത് നടക്കരുതാ. ഈട് വെച്ച വസ്തുവിൽ മാധവൻ ഒരിക്കലും വീട് വെക്കരുതാ. ശല്യം. ഹലോ ഹലോ സാർ, എന്നെ മനസ്സിലായോ? മനസ്സിലായി സാർ. താൻ വരട്ടിയയച്ച മാധവൻ എന്റെ സ്വന്തം ആളാണ്. അയ്യോ, അതൊന്നും ഞാൻ അറിഞ്ഞില്ല സാർ. അയാളുടെ വസ്തു ഒന്നും ഞാൻ പിടിച്ചെടുത്തിട്ടില്ല. വെറുതെ തമാശക്കൊന്ന് വരട്ടിയതേ ഉള്ളു സാർ. താൻ തമാശ കാണിക്കാൻ തുടങ്ങിയാലേ ഞാനും തുടങ്ങും. എന്റെ തമാശയൊന്നും തനിക്ക് താങ്ങാൻ കഴിയില്ല. അറിയാം സാർ, ഞാൻ നിർത്തി സാർ, നിർത്തി. എന്റെ തമാശ ഞാൻ നിർത്തി സാർ. എത്രയും പെട്ടെന്ന് ആ പ്രമാണങ്ങൾ തിരിച്ചേൽപ്പിക്കണം. ഏൽപ്പിക്കാം സാർ. എന്താടോ താനാകെ വരണ്ടിരിക്കുന്നല്ലോ, എന്താ പ്രശ്നം? സാഗറിനൊപ്പം ഉള്ള കളി എനിക്ക് തീക്കളിയാണ്. സാഗറുത്തുള്ള എല്ലാ ഡീലിങ്സും ഇവിടെ നിർത്തിയിരിക്കുന്നു. എന്നെ വിട്ടേക്ക് അങ്ങാതി. അല്ല അല്ല പോട്ടെ പോട്ടെ. ഇൻസ്പെക്ടറെ സന്തോഷിപ്പിക്കാൻ പാർട്ടി കൂടിയപ്പോഴും ഇതേ അനുഭവം ഉണ്ടായി. എനിക്കെതിരായി അണിയറയിൽ ആരോ കളിക്കുന്നുണ്ട്. ആരായിരിക്കും ആ അജ്ഞാതൻ? ഒന്ന് നിർത്ത. എല്ലാവരും ചേർന്ന് മാധവൻ നായരെ വിചാരണ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുക അല്ലേ?
ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളാ. എന്തിന്? നീയെ കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങളും സഞ്ചരിക്കുന്ന വണ്ടികളും കഴിക്കുന്ന ആഹാരം പോലും എന്റെ വിയർപ്പിന്റെ ഫലമാ. അതിലാർക്കും നയാ പൈസ പോലും ചെലവില്ല. ജോലി നഷ്ടപ്പെട്ടാലും ഇനിയൊരു ജോലി നേടി എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശേഷി എനിക്കുണ്ട്. അതുകൊണ്ട് ആരും എന്നെ ഭരിക്കാനൊന്നും വരണ്ട. മനസ്സിലായോ? ആ. വന്ദനമുള്ള കല്യാണം മുടങ്ങി. അത് ദൈവം നേരത്തെ കരുതിക്കൂട്ടി വെച്ച ഏതൊരു വിധി. കല്യാണത്തിന് ശേഷമാണ് രാജീവിന് ഇങ്ങനെ ഒരു വിധി വന്നിരുന്നെങ്കിലോ? ക്ഷമിക്കണോ അച്ഛ? എല്ലാം എന്റെ ജാതകദോഷം വരുത്തി വെച്ചതാ. ശപിക്കരുത് എന്നെ. വിവാഹം വേണ്ടാതിരുന്ന എന്റെ ജീവിതത്തിലേക്ക് രാജുവേട്ടനെ ക്ഷണിച്ചത് ഞാനല്ല, നിങ്ങളെല്ലാവരും ചേർന്നെടുത്ത തീരുമാനം. ഞാനതിന് നിന്നു തന്നു എന്ന് മാത്രം. ക്ഷമിക്കണം, ശപിക്കരുതെന്നെ. എന്താ ഇത്? അച്ഛൻ എന്റെ മോളെ ശപിക്കാനോ? മോളെ, ഈ നഷ്ടങ്ങൾക്കും നിനക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അച്ഛന്റെ ആത്മധൈര്യം നിനക്കും ഉണ്ടാവണം. അച്ഛാ, മോളെ, മറ്റുള്ളവർക്കാ നീ ജാതകദോഷക്കാരി. അച്ഛൻ എന്റെ മോള് രാജകുമാരിയാ. രാജകുമാരി. അതെ മോളെ, നീ കാരണം ഇവിടെ ഒന്നും നശിച്ചിട്ടില്ല. ആ, അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും എന്റെ മോളെ ഒരു കുറ്റക്കാരിയായിട്ട് കാണാനും പറ്റില്ല. എല്ലാം ദൈവനിശ്ചയ. ഭഗവാനെ, ആ ദൈവം നിന്റെ ജീവിതത്തിൽ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.